അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ക്ലാം മീറ്ററിനെ കുറിച്ചിട്ട് വീഡിയോ കേട്ടോ. മൾട്ടിമീറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ക്ലാം മീറ്ററും മൾട്ടിമീറ്റർ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലാം മീറ്റർ ഉണ്ട്. ഹിയോക്കി എന്ന് പേരുള്ളൊരു ക്ലാം മീറ്റർ ഉണ്ടത്. ഇത് മേഡ് ഇൻ ജപ്പാനാണ്. അപ്പോൾ നമ്മളെ മാമന് വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ ഈ ഒരു ക്ലാം മീറ്റർ. ഹിയോക്കി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മേഡ് ഇൻ ജപ്പാൻ ഒറിജിനൽ സാധനമാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സംഭവമാണ്. ഇവർ ഒരുപാട് മൾട്ടിമീറ്റർ അതേപോലത്തെ പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ക്ലാം മീറ്റർ ഇതിനെക്കാട്ടും നല്ല വില കൂടിയ ക്ലാം മീറ്ററൊക്കെ ഉണ്ട്. ഫ്ലൂക്കിൻ്റെ മൾട്ടിമീറ്റർ ക്ലാം മീറ്ററൊക്കെ ഉണ്ട്. അതിന് നല്ല പ്രൈസ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 25,000, 20,000, 30,000 ഒക്കെ റേഞ്ച് വരും. അപ്പോൾ ഈ ഒരു ക്ലാം മീറ്ററിൻ്റെ പ്രൈസ് വരുന്നത് 4,000 റുപ്പീസാണ്. ദുബായിൽ ഏകദേശം 200 ദിറംസ് വരുന്നുണ്ട്. അതേപോലെ ഇത് 3 വർഷം വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ മേലെ. അതേപോലെ ഡ്രോപ്പ് പ്രൂഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നിലത്ത് വീണാലും അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവില്ല. ഷോക്ക് പ്രൂഫൊക്കെയാണ് ഈ സംഭവം. അപ്പോൾ മൾട്ടിമീറ്ററും അതേപോലെ ക്ലാം മീറ്ററും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, ഈ ഒരു ക്ലാം മീറ്ററിൽ നമുക്ക് കൂടുതൽ ആംബിയർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇതിൽ മാക്സിമം ആംബിയർ 1000 ആംബിയർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ മൾട്ടിമീറ്ററിൽ നമുക്ക് 10 ആംപ്സ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിമീറ്ററിൽ നമുക്ക് മാക്സിമം 10 ആംബിയർ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം അതിൽ കൂടുതൽ ആംബിയർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ ഫ്യൂസ് പൊട്ടിപ്പോകും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ എന്താ പറയുക, ആ ഒരു വയർ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. അതിന് മീറ്റർ ഇതിൽ ക്ലാമ്പ് ഉണ്ട്. ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് വയറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വോൾട്ടേജും അതേപോലെ തന്നെ ആംബിയർ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അതുകൊണ്ട് ഇത് പ്രൊഫഷണൽ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. ഇത്തരം ആംബിയർ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷനുള്ള ജോലിക്കാരുണ്ട്. അവർ മാത്രമേ ഇത്തരം ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാരൊക്കെ നോർമൽ മൾട്ടിമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാഹനങ്ങളിലൊക്കെ മൾട്ടിമീറ്റർ മതി യൂസ് ചെയ്യാൻ. ചില വാഹനങ്ങളിൽ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇത് ഉപയോഗിക്കലുണ്ട്. ഇപ്പോൾ ബാറ്ററി ഡ്രെയിനേജ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സുഖമാണ്. ബാറ്ററി ഡ്രെയിൻ ചെക്ക് ചെയ്യുന്ന ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിൽ 3-4 ക്ലാം മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. പല സെക്ഷനിൽ നമുക്ക് ക്ലാം മീറ്റർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് എവിടെയാണ് ഏത് മൊഡ്യൂളാണ് ബാറ്ററി ഓവറായിട്ട് ആംബിയർ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും ക്ലാം മീറ്റർ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ ഏകദേശം ബുദ്ധിമുട്ടായിരിക്കും ഈ ബാറ്ററി ഡ്രെയിൻ പ്രോബ്ലംസൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ശരിക്കും കാണാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ക്ലാം മീറ്റർ. ഇത് ആംബിയർ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. അതേപോലെ തന്നെ ഇതിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യാനും റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇതൊരു മൾട്ടിമീറ്ററായിട്ടും ചെറിയൊരു മൾട്ടിമീറ്ററായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു ഫംഗ്ഷനും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലാം മീറ്ററായിട്ടും മൾട്ടിമീറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ ഇത്തരം സംഭവം വാങ്ങിക്കുന്നതായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണത്തില്ല എന്തൊക്കെയുള്ളത്. ഇതിൽ ഇങ്ങനെ ഒരു ബാഗ് വരുന്നുണ്ട്. ഈ ബാഗിൻ്റെ അകത്താണ് ഈ സംഭവം ഉള്ളത്. ഇതാണ് നമ്മളെ മീറ്റർ കേട്ടോ. ക്ലാം മീറ്റർ എന്ന് പറയുന്ന സംഭവം ചെറിയൊരു സംഭവമാണ്. ഇതിനെക്കാട്ടും വലിയ സൈസ് കൂടിയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരുന്നത് 1000 ആംബിയർ കേട്ടോ. 1000 ആംബിയർ വരെ ഇതിൽ മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ കേബിൾ എന്തെങ്കിലും എടുക്കുക. ഒരൊറ്റ കേബിൾ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പെർഫെക്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു കേബിളിനകത്ത് കൂടെ എങ്ങനെയുണ്ട് ക്ലാമ്പ് ചെയ്യുക. അങ്ങനെ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ പോകുന്ന ആംബിയർ എത്ര ആംബിയർ പാസ് ചെയ്യുന്നുണ്ട് ഇതിൽ കാണിക്കും. ഇപ്പോൾ ഫ്യൂവൽ പമ്പ് അതേപോലെ സ്റ്റാർട്ടിംഗ് മോട്ടറൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ആംബിയർ കൂടുതലെടുക്കും. അപ്പോൾ അതിൻ്റെ റീഡിങ്ങുകളൊക്കെ നമ്മൾ ഇതിൽ കറക്റ്റ് കാണാൻ സാധിക്കും ഈ ഒരു ക്ലാം മീറ്റർ ഉപയോഗിച്ചിട്ട്. അതുപോലെ ബാറ്ററി ചാർജിങ് ആംബിയർ, അതുപോലെ ബാറ്ററി ഡ്രെയിൻ ആവുന്ന ആംസ്, അതൊക്കെ നമ്മൾ ഇതിൽ കറക്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും ആംബിയറിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ബാക്ക് പ്രോബ് ചെയ്യാനുള്ള ഇതിനകത്തൊരു പ്രോബ് പിന്നും വരുന്നുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിമീറ്ററിലൊക്കെ വരുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക വോൾട്ടേജ് അതേപോലെ റെസിസ്റ്റൻസ് ഇത്ര സംഭവം ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓണാക്കിയിട്ട് AC വോൾട്ടേജ് അതേപോലെ എന്താ പറയുക AC DC വോൾട്ടേജ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വോൾട്ടേജ് ചെക്ക് ചെയ്യുക, അതേപോലെ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പേര് വരുന്നത് 328010F എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ശരിക്കൊരു സർക്യൂട്ട് കേട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവും. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ട് ഫുള്ളാവുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ MRI സ്കാനൊക്കെ ഉണ്ട്. MRI സ്കാനിൽ നമ്മളെ ബോഡീനെ എന്താ പറയുക ശരീരം ഒരു ഇതേപോലത്തെ റൗണ്ടിനുള്ളിലേക്ക് നമ്മൾ കയറ്റി വെക്കുക ചെയ്യുന്നത്. ഇങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് അതിനെ ചുറ്റും ഒരു വൈൻഡിങ് കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. അതുവഴിയാണ് നമ്മളെ മനുഷ്യ ശരീരം ശരിക്കും സ്കാൻ ചെയ്യുന്നത്. അതേപോലത്തെ ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നത്.
ഇതിനകത്തൂടെ വയർ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തൊരു വൈൻഡിങ് ഒക്കെ വരുന്നുണ്ട് ചെറിയ. അതുവഴിയാണ് ഇതിനകത്തുള്ള ചിപ്പ് ഇതിനകത്തുകൂടെ ഈ വയറിനകത്തൂടെ പോകുന്ന ആ ഒരു ആംബിയർ ഇത് മെഷർ ചെയ്യുന്നതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആംബിയർ ശരിക്കും മെഷർ ആണെങ്കിൽ വയർ ശരിക്കും ഡിസ്കണക്ട് ചെയ്യണം. ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ആംബിയർ മീറ്റർ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ പോകുന്ന കറക്റ്റ് ആ ഒരു ആംബിയർ നമുക്ക് മനസ്സിലാവുള്ളൂ. ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് ലേറ്റസ്റ്റ് ടൂൾസുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂളാണിത്. ക്ലാം മീറ്റർ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ AC റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. AC കംപ്രസറിൻ്റെ എത്ര ആംസ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് കറക്റ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റും. AC ആംബിയർ AC എയർ കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എയർ കണ്ടീഷൻ അതുപോലെ ഫ്രിഡ്ജൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ടൂൾസ് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ആംസ് കൂടുതൽ എടുക്കുന്നുണ്ടോ നമുക്കിതിൽ കറക്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആംസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോട്ടറിനകത്ത് വൈൻഡിങ് അതേപോലെ അതിൻ്റെ എഫിഷ്യൻസി കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ കംപ്രസറിനൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കംപ്രസറിൻ്റെ ആംബിയർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഫ്യൂവൽ പമ്പ് കാറിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ പമ്പിൻ്റെയൊക്കെ ആംസ് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ പമ്പിന് ഇൻറ്റേർണൽ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആംസ് കൂടുതൽ എടുക്കുന്നതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നാട്ടെ പ്രോഡക്റ്റ് ഇടുന്ന നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ കേബിളൊക്കെ നല്ല പക്ക സ്ട്രോങ് ആയിട്ടുള്ള കേബിളാണ്. അതേപോലെ ഇത് ഡിവൈസ് നല്ല ചെറിയ ബാറ്ററിക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ നോക്കട്ടോ, ഇവിടെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതേപോലെ ഇതിന് സൈസ് കൂടിയിട്ടുള്ള ഒരു ക്ലാം മീറ്ററും കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അക്സറീസിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് തോന്നുന്നു. ഡയമീറ്റർ കൂടുതലുള്ള വേറൊരു കേബിളും കൂടി വാങ്ങിക്കാൻ സാധിക്കും. അതേപോലെ ഇവിടെ ഇതിൻ്റെ റീഡിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 1000 ആംസ് അതേപോലെ AC ക്ലാം മീറ്റർ എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇതിൻ്റെ സ്വിച്ചുകളും ഹോൾഡ് ചെയ്യാനുള്ള സ്വിച്ചൊക്കെ കാണാം. അതേപോലെ ഇതിൻ്റെ ഓഫൊക്കെ ഉള്ള ബട്ടൺ അതേപോലെ ഇതിൻ്റെ റേഞ്ച് മാറ്റാനുള്ള സംഭവങ്ങൾ അവിടെ കാണാം. നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ. അത്രയും പ്രൊഫഷണലാണ് ഈ ഒരു ടൂള്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു സംഭവം. അതേപോലെ ഇതിൻ്റെ താഴത്തിൻ്റെ എന്താ പറയുക ഇത് കണക്ട് ചെയ്യാനുള്ള ഹോളൊക്കെ അവിടെ കാണാം. ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്. ചെറിയ ഡയമീറ്റർ കുറഞ്ഞിട്ടുള്ളൊരു ബാറ്ററി ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഐഫോൺ ചാർജ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ അതിൽ മില്ലി വോൾട്ടിൽ കാണിക്കുന്നുണ്ട്. മില്ലി വോൾട്ടാണ് ഇത് പാസ് ചെയ്യുന്നത്. അതുപോലെ അതിൽ ചിലതിൽ വോൾട്ടും കാണിക്കും. ഈ കേബിളിൻ്റെ അകത്തുകൂടെ അത്ര വോൾട്ടേജ് പാസ് ചെയ്യുന്നതും അപ്രോക്സിമേറ്റ്ലി ഇത് കാണിക്കും. അക്രോട്ടല്ല. ഇതിൽ ആംബിയറും ഇതിൽ കാണിക്കും. ഇതിൽ ആംസ് കാണിക്കുന്നില്ല. അത്രയും ചെറിയ മൈനറായിട്ടുള്ള ആംസൊക്കെ ഇതിൽ പാസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു കേബിളിനകത്ത് കൂടെ 3-4 വയറുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു വയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കാണിക്കും എത്ര ആംസാണ് പോകുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ AC കംപ്രസറിലേക്ക് വരുന്ന ഒരു കേബിൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 ആംസ് കാണിക്കുന്നുണ്ട്. 1.02 ആംസ് അതിൽ കാണിക്കുന്നത്. അതുപോലെ വേറൊരു 3 കേബിൾ വരുന്നുണ്ട്. ഒരു ഫേസ് ന്യൂട്രലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത കേബിൾ കണക്ട് ചെയ്തപ്പോൾ അതിലും 1 ആംസാണ് കാണിക്കുന്നത്. 1.07 ആംസ് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ സ്പെസിഫിക് വാല്യൂ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫാൾട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും.